2022 ജനുവരിയിൽ കോട്ടയം കറുകച്ചാൽ SHO ആയിരുന്ന റിച്ചാർഡ് വർഗീസിൻ്റെ ടേബിളിലേക്കൊരു പരാതി വരികയാണ്. അതായത് ഒരു യുവതിയാണ് പരാതി കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഭർത്താവിനെതിരെ ഒരു പീഡന പരാതിയായിട്ടാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് ഭർത്താവ് മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ അനാവശ്യങ്ങൾ പറയുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പരാതിയായിരുന്നു. ആദ്യം പോലീസുകാർ അത്ര കാര്യമാക്കിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും വരുന്ന ഒരു പരാതി മാത്രമാണ്. എന്നാൽ വിശദമായി അന്വേഷിച്ചപ്പോൾ ഈ കേസിൻ്റെ സ്വഭാവം മാറുകയാണ്. അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത തലത്തിലേക്ക് മാറുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പാർട്ടികളിൽ പോകുന്നു, അതുപോലെ പബ്ബുകളിൽ പോകുന്നു, ഭാര്യമാർ മറ്റൊരുത്തിനൂടെ ഡാൻസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഈ ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ഭാര്യമാരെ പരസ്പരം കൈമാറുന്ന സംഘങ്ങളും അതൊക്കെ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലും മാത്രമാണ് നമ്മൾ കേട്ടത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ കൂട്ടിക്കൊടുപ്പും അതുപോലെ തന്നെ കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടായ കേരളം, നമ്മുടെ ദൈവത്തിൻ്റെ നാടായ കേരളത്തിലെ കോട്ടയത്ത്, അതും ഇതിൻ്റെ അകത്ത് പ്രതികളായിട്ടുള്ളത് ആരാണ്? വലിയ വലിയ പ്രമാണിമാർ ഭാര്യയും ഭർത്താക്കന്മാരും. അതും 40-45 വയസ്സൊക്കെയുള്ള സ്ത്രീകളും 50-55 വയസ്സൊക്കെയുള്ള പുരുഷന്മാരും. ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്തെ എന്താ പറയേണ്ടത് പ്രതികൾ. പിന്നെന്ന് പറയുന്നത് പുതിയ ജനറേഷനും ഉണ്ട്. അതിൻ്റെ അകത്ത് തന്നെ പുതിയതായിട്ട് കല്യാണം കഴിച്ച ടീം വരെ ഇവരുടെ ക്ലബിൽ അംഗമാണ്. ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് പ്രോഗ്രാമുകൾ കൊണ്ടുവെക്കും. ആ കൊണ്ടുവെക്കുമ്പോൾ ഭാര്യനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റൊരുത്തൻ്റെ ഭാര്യനെ ഇവന് കൊടുക്കും, ഇവൻ്റെ ഭാര്യനെ മറ്റൊരുത്തനെടുക്കും. അതുപോലെ തന്നെ എന്നുകൊണ്ട് ഭാര്യമാരില്ലാത്ത വരുന്ന ചില ടീമുകളുണ്ട്. അവരാണ് ഇവരുടെ ഒരു വരുമാന സ്രോതസ്. എന്താണെന്ന് വെച്ചാൽ 15,000 രൂപ വരെയാണ് അവരിൽ നിന്നും ഈടാക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് മനസ്സിലായത് 5000-ൽ പരം ആൾക്കാരുണ്ട്. 15ഓളം ഗ്രൂപ്പുകളിൽ മാത്രം 5000-ത്തോളം ആൾക്കാർ ഉൾപ്പെട്ട ഒരു നെറ്റ്വർക്കിംഗ് സംവിധാനമാണിത്. ഇവർ പല സ്ഥലങ്ങളിലും പല മാസങ്ങളിലും പരിപാടി അവതരിപ്പിക്കുന്നു, ഇതുപോലെ തന്നെ ഒത്തുകൂടലുകൾ അവതരിപ്പിക്കുന്നു. അവിടെയൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കൈമാറ്റം, അതായത് ഭാര്യമാരെ കൈമാറുക, അങ്ങനെ രസിക്കുന്ന കുബേരവർഗങ്ങളാണ്. അതുമാത്രവുമല്ല നമ്മുടെയൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. വിവരം, വിദ്യാഭ്യാസം, പണം ഇതൊക്കെയുള്ള ഒരുപക്ഷെ നല്ല ഗവൺമെൻറ് ജോലിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ മക്കളും കൊച്ചുമക്കളൊക്കെയുള്ള തള്ളമാർ വരെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ആലോചിച്ച് നോക്കണം, ഇവരുടെ കുത്തിക്കഴപ്പല്ലേ, കുത്തിക്കഴപ്പ് കൊണ്ട് മാത്രം. അതായത് ഭാര്യമാരെ കൈമാറ്റം ചെയ്യുക. പിന്നെ ചില ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ കണ്ടു രസിക്കുകയും ചെയ്യും. അതായത് ഭാര്യമാരെ മറ്റൊരുത്തൻ ഇങ്ങനെ ശാരീരികമായി ബന്ധപ്പെടുന്നത് കണ്ടു രസിക്കുന്ന ചില ഞരമ്പി രോഗികളുടെ ഒരു നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം കേരളത്തിലെ കോട്ടയം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ് ഇതുപോലെ നാറിയ കഥകൾ പുറത്തു വന്നത്. അങ്ങനെ അന്വേഷണത്തിന് മനസ്സിലായത് കോട്ടയം, പാല, അതുപോലെ തന്നെ ആലപ്പുഴ, എറണാകുളം ഇങ്ങനെയുള്ള വലിയ വലിയ ഫ്ലാറ്റുകളിലും വലിയ വലിയ അപ്പാർട്ട്മെൻറ്റിലുമാണ് ഇവർ സംഗമിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ വീട്ടിൽ നിന്നും പോകുന്നത് ചിലപ്പോൾ കുടുംബ വീടായിരിക്കും. നവദമ്പതികളോട് ചോദിക്കും, എടിയ മക്കളെ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമുണ്ട്, ഇല്ലെങ്കിൽ മറ്റൊരാളുടെ കല്യാണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വീട്ടിൽ നിന്നും പോകുന്നത്. വലിയ വലിയ ആൾക്കാർക്ക് പിന്നെ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ മക്കളും മരുമക്കളൊക്കെ ചിലപ്പോൾ യൂറോപ്പിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലിയിലായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അടിച്ച് ഇവിടുന്ന് ഇങ്ങനെ സൂയിക്കുക, മറ്റുള്ള പയ്യന്മാരുടെ കൂടെ കറങ്ങുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒരു പരിപാടി. അങ്ങനെ ഈ യുവതിയെ ഭർത്താവ് നിർബന്ധിക്കുകയാണ്. അതായത് പോലീസുകാരോട് പറയുന്നത്, എന്നെ ഭർത്താവ് നിർബന്ധിക്കുന്നു, എനിക്കിഷ്ടമില്ല. അതായത് പലരോടുകൂടിയും കിടപ്പറ പങ്കിടാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് എന്നുള്ള ഒരു പരാതിയാണ് ഈ മണാർക്കാട് സ്വദേശിനി ഈ ഭർത്താവായ ഷിനോയ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും പോലീസുകാർ അതിൽ നല്ല രീതിയിൽ അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും അവിടെയൊക്കെയാണ് ഇവർ വലിയ വലിയ റിസോർട്ടുകൾ മൊത്തത്തിൽ വാടകയ്ക്ക് എടുക്കുകയാണ്. അവിടത്തേക്ക് വരേണ്ടവരെയൊക്കെ മുൻകൂട്ടി അങ്ങ് പറയും, നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന്. അപ്പോഴേക്കും അവിടെ എല്ലാവരും റെഡിയായിരിക്കണം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്രായവ്യത്യാസം ഒന്നുമില്ല. ഇതിൽ ഏറ്റവും വലിയ ടീം ആരാണെന്നറിയാം, ഈ ഭാര്യമാരില്ലാത്ത വരുന്ന പയ്യന്മാരുണ്ട്. അവന്മാരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടീം. കാരണം അവന്മാർ പൈസയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കും അവർ. അങ്ങനെയാണ്. അങ്ങനെ കുറേ ലൈംഗിക വൈകൃതങ്ങളുള്ള കുറേ ടീമുകൾ വേറെയും.
ഏതായാലും പോലീസുകാർ എല്ലാവന്മാരെയും കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്നറിയില്ലേ, അങ്ങനെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ സ്വാധീനം കൊണ്ടും അതുപോലെ തന്നെ കേസുകൾ ഞങ്ങൾ സ്വയമേധയാ പോയതാണ് എന്നുള്ള തരത്തിലുള്ളത് കൊണ്ടും തന്നെ പോലീസുകാർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഏതായാലും ആകെ ഒരു സ്ത്രീ മാത്രം, ആത്മാഭിമാനമുള്ള ഷിനോ എന്ന് പറയുന്ന ഒരു കാമഭ്രാന്തൻ്റെ ഭാര്യയായ ഒരു സ്ത്രീ, ആ പാവം സ്ത്രീ മാത്രം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു, ഞാൻ നിൽക്കും സാർ, എനിക്ക് പരാതിയുണ്ട്, എനിക്ക് വയ്യ, എൻ്റെ ഭർത്താവ് എന്നെ നിർബന്ധിക്കുന്നത് മക്കളുടെ കഴുത്തിൽ കത്തിവെക്കുക, അതുപോലെ തന്നെ അവരെ മർദ്ദിക്കുക, മക്കളെ മർദ്ദിച്ചിട്ട് ഇവരെ സമ്മതിപ്പിക്കുകയാണ് നീ അവൻ്റെ കൂടെ കിടക്കണമെന്ന്. അങ്ങനെ മക്കളോട് ഇയാൾ പറയുകയാണ്, 3 വയസ്സും 7 വയസ്സുമായ ആൺകുട്ടികളോട് ഇയാൾ പറയുകയാണ്, അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാം, അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോടികൾ ഉണ്ടാക്കാം. അതുപോലെ ഈ ഭാര്യയോട് പറയുകയാണ്, നിനക്ക് സന്തോഷമായി ഇരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ യുവതിയുടെ വീട്ടുകാരും സഹോദരങ്ങളൊക്കെ ഈ സംഭവം അറിഞ്ഞു. ഈ സംഭവം അറിഞ്ഞപ്പോൾ നേരെ അവർ സഹോദരിയെ കൂട്ടിയിട്ട് വീട്ടിൽ വന്നു. ഇനി നീ അങ്ങോട്ട് പോകണ്ട, നിന്നെ ഞങ്ങൾ പോകാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് സഹോദരിയെ വീട്ടിലാക്കിയവർ. അങ്ങനെ ഈ ഷിനോ എന്ന് പറയുന്നവൻ വീണ്ടും ഭാര്യയുടെ അടുത്ത് പോയിട്ട് മാപ്പ് പറയുന്നു, കരഞ്ഞ് കാല് പിടിക്കുകയാണ്, എന്നെ ഉപേക്ഷിക്കരുത്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ഇനി നമുക്കിനി ഒന്നിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഈ ഷിനോയും ഈ യുവതിയും തമ്മിൽ 5 വർഷത്തെ പ്രണയമായിരുന്നു. 5 വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഇവർ കല്യാണം കഴിച്ചത്. കല്യാണത്തിന് ശേഷം ഈ ഷിനോ കുറേ കാലം ഗൾഫിലായിരുന്നു. ആ ഗൾഫിൽ നിന്നും വന്നു കഴിഞ്ഞു. അതിന് ശേഷമാണ് ഇയാൾക്ക് ലൈംഗിക വൈകൃതം തുടങ്ങിയത്. അതായത് ആദ്യമൊന്നും ഇത് മനസ്സിലായിട്ടില്ല. ഇയാളുടെ ലൈംഗിക വൈകൃതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ മറ്റൊരാളുടെ കൂടെ ബന്ധപ്പെടുന്നത് നോക്കിയിരിക്കുക. അതാണ് ഇയാളുടെ ഒരു വൈകൃതം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികളിൽ പോയി കഴിഞ്ഞാൽ ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇയാൾക്കൊരു പെണ്ണിനെയും കിട്ടും. അതായത് ഇയാളുടെ ഭാര്യ ആരുടെ കൂടെയാണ് പോയത്, അയാളുടെ ഭാര്യ ഇയാളുടെ കൂടെയും പോകും. എന്നാലും ഇയാൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ തൻ്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നത് നോക്കിയിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഈ സഹോദരങ്ങൾ അറിയുന്നില്ല. പക്ഷേ വൈകിയാണ് അറിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ ഈ സ്ത്രീയെയും കൂട്ടി, അതായത് ഇവരുടെ കാലെല്ലാം പിടിച്ച് ഏതായാലും ആ സ്ത്രീക്ക് തോന്നി, എനിക്ക് 2 സഹോദരങ്ങളാണ്, അവരുടെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കണ്ട, കാരണം ഞാനും എൻ്റെ മക്കളും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരധികപ്പറ്റാണ്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ എന്ത് ചെയ്തു, എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് അവർ വീണ്ടും ഈ ഷിനോ എന്ന് പറയുന്നവൻ്റെ വീട്ടിൽ കൂടെ പോവുകയാണ്. ആ കൂടെ പോയതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത്. ഏതായാലും ആ കൂടെ പോയിട്ട് അധികം കഴിയുന്നതിന് മുമ്പേ 2022 തന്നെയാണ് അതായത് ഈ പോലീസുകാർ ഈ കുറ്റപത്രം കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ സ്ത്രീയെ അയാൾ വെട്ടിക്കൊലപ്പെടുത്തി. അതിനുശേഷം ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹം മരിച്ചിട്ടില്ല. അയാളെ ആശുപത്രിയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ കേസ് ഇപ്പോഴും അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അല്ലാതെ ആ ഒരു കൈമാറ്റ കേസിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പോലീസിന് കഴിയില്ല, ഒന്നും കഴിഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു കൊലപാതക കേസിൽ അതിൽ ഇയാൾ ശിക്ഷിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ മക്കളുടെ മുന്നിൽ വെച്ചാണ് ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ സ്ത്രീ ഒരു ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടാമത് അയാളുടെ കൂടെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഈ സഹോദരന്മാർ 2 പേരും ചേർന്നിട്ട് കയ്യോ കാലോ ഒരു സമാധാനമാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ പണി ചെയ്യത്തില്ലായിരുന്നു പിന്നീടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ആ സഹോദരിക്ക് ആദരാഞ്ജലികൾ. നന്ദി, നമസ്കാരം.